ബെന്നിത്തിൻ്റെ പടം കാണുന്ന സന്തോഷ് ബെന്നിത്തിൻ്റെ അടുത്തല്ല ഇതിനേക്കാളും നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. ഫഹദ് ഫാസിൽ ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഫഹദ് ഫാസിൽ ഓക്കെയാണ്. അല്ലു അർജുൻ അടിപൊളിയാണ്. പക്ഷേ സിനിമ മേക്കിംഗ് വളരെ മോശമായിട്ടാണ് തോന്നുന്നത്. കഥ ഒക്കെ വലിച്ചു നീട്ടി കൊണ്ടുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പടം ഫയറായോ? കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ? പ്രതീക്ഷ കുഴപ്പമില്ല. കുഴപ്പമില്ല. തീയാണോ? അല്ലു അർജുൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് പുഷ്പ 2-ലൂടെ. ഇനി ഇത്രയും വരുന്നുണ്ട്. ഫഹദ് ഫാസിലും അല്ലു അർജുൻ കോംബോ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. കാരണം എനിക്കിഷ്ടപ്പെട്ടു. പാട്ടാണ്, ബീജിയമാണെങ്കിലും ആക്ടിങ് ആണ്, എല്ലാം വേറെ ലെവലാണ്. മാസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ഫാമിലി ത്രില്ലറാണ്. ഒരു തട്ടിക്കൂട്ട് പടമാണ്. അതായത് 3 കൊല്ലം കൊണ്ട് എടുത്തൊരു സിനിമ എന്ന് വിചാരിക്കുമ്പോൾ നമ്മളൊരു പ്രതീക്ഷ വെക്കും, പ്രത്യേകിച്ച് സുകുമാറിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ. പക്ഷെ ഇത് അതിനുള്ളൊരു സ്റ്റഫ് പോലും ഇല്ല. അപ്പോൾ അതിനെ വെറുതെ കൊണ്ടുവന്ന് കോമഡി പീസ് ആക്കിക്കണം. അപ്പോൾ അതിലൊരു വിഷമമുണ്ട്. വെറുതെ തട്ടിക്കൂട്ടിയെടുത്തൊരു പടമാണ്. നമുക്കൊരൊട്ടും എൻ്റർടൈനിങ് ആയിട്ട് ഒന്നും തോന്നിയില്ല. ക്യാരക്ടേഴ്സ് പോലും ഫസ്റ്റ് പാർട്ടിൽ കണ്ട പോലെ അല്ല. ഇവിടെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ടോട്ടലി വേറൊരു രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. 3 മണിക്കൂർ അതിൻ്റെ ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു ഗുണം കൊണ്ട് പെട്ടെന്ന് കണ്ടു തീർക്കാനായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ആ ഒരു മുഷ്ടിൽ തോന്നിയില്ല. പക്ഷേ പ്രത്യേകിച്ച് പറയാനായിട്ടൊരു കഥയോ ഒന്നും തന്നെ ഇല്ല. പുഷ്പ ഫയറാണോ? അതായത് നമ്മുടെ ഫഹദാണോ അതോ അല്ലു ആണോ? എല്ലാം സൂപ്പറാണ്. അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടോ? പ്രതീക്ഷ എത്ര വന്നോ? ഒന്നും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് വന്നോന്ന് അറിയില്ല. ഞാനും പറ, ഫഹദാണോ അതോ അല്ലു ആണോ? തീയാണോ പുഷ്പ? ചേട്ടാ ബിലോ ആവറേജ് പടമാണ്. ബിലോ ആവറേജ് ആണ്. ഒന്നുമില്ല. വില്ലനില്ല, കഥയില്ല. പാട്ട് 1 എവിടെ തുടങ്ങി അവിടെ തന്നെ അവസാനിച്ചിരിക്കണേ. ഒരു കഥാപരമായിട്ട് ഒരു പുരോഗമനം ഒന്നുമില്ല. പിന്നെ പാർട്ട് 3 എന്തിനാണ് പോകാണ്ടിരിക്കാൻ നല്ലത്? തീ ശരിക്കും അങ്ങോട്ട് കത്തിയിട്ടില്ലെന്ന് തന്നെ പറയാം. ഫസ്റ്റിനെ അപേക്ഷിച്ചിട്ട് സെക്കൻഡ് വന്നിട്ടില്ല. പക്ഷേ അഭിനേതാക്കളുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. അഭിനേതാക്കളെ നമ്മുടെ ഫഹദ് ഫാസിലൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അല്ലു അർജുനായാലും രശ്മിക മന്ദാന ആയാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതാണ് ലെങ്ത്താണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഏതൊരു പടത്തിൻ്റെ ലെങ്ത്ത് എൻ്റെ അഭിപ്രായത്തിൽ എന്നെ ബോറടിപ്പിക്കാത്ത ലെങ്ത്ത് കൂടിയാലുള്ളത് ബാഹുബലിയാണ്. അത് നമുക്ക് ലെങ്ത്ത് കൂടിയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ലെങ്ത്ത് കൂടിയതുകൊണ്ട് കുറച്ച് ആളുകൾക്ക് അത് നിരാശയായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും ഒരു എന്തെങ്കിലും ഒരു പോരായ്മയായിട്ട് എടുത്ത് പറയേണ്ടത്. അത് ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് അതിശക്തമായിട്ടുള്ളൊരു കഥയായിരിക്കണം. അഭിനേതാക്കളുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ ഒരുപാട് പേരെ കഷ്ടപ്പാടാണ്. അപ്പോൾ ഇതൊരു പരാജയത്തിലേക്ക് പോകാതെ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യണം. എന്തായാലും ഫസ്റ്റിനെ അപേക്ഷിച്ചിട്ട് സെക്കൻഡ് വന്നിട്ടില്ല.